മഴ തോരും മുമ്പേ ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞു വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി ഡ്യൂസ് കൊടുക്കാനായിട്ട് എൽസമ്മേനോട് പറ എന്നിങ്ങനെ സ്റ്റാൻലി പറയുന്നതിലായിരുന്നു നിർത്തിയിരുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇതിങ്ങനെ കേട്ട് ഞെട്ടിത്തിരിച്ചിരിക്കുന്ന റീത്താമ്മ തിരിച്ച് മറുപടിയാണ്, നല്ല മറുപടിയാണ്. അതെ, ഈ പറയുന്ന ഇവരുടെ വീട് പുളിക്കൽ തറവാട്. അപ്പോൾ ഈ പുളിക്കൽ തറവാട്ടിലെ എന്തിനും പോകുന്ന ആണുങ്ങളുണ്ട്. ഇത് പറയാണ്, എനിക്കും എൽസയ്ക്കും കൂടെ സഹോദരന്മാർ 1 2 അല്ല 4 സഹോദരന്മാരുണ്ട്. അവർ ചോദിച്ചോളും, അവരോട് മറുപടി പറഞ്ഞാൽ മതി. അതും പോരാഞ്ഞിട്ട് ഈ ഒരു നാട്ടിൽ പള്ളിയുണ്ട്, പട്ടക്കാരുണ്ട്, പാതിരിയുണ്ട്, അതുപോലെ പോലീസുണ്ട്, നിയമമുണ്ട്. അപ്പോൾ അതിനോടൊക്കെയുള്ള മറുപടി സ്റ്റാൻലി കൊടുത്തേ പറ്റൂ എന്നിങ്ങനെ പറയാണ്. നോക്കാമെന്നുള്ള രീതിയിൽ ഇങ്ങനെ വെല്ലുവിളിക്കുകയാണ്, ചലഞ്ച് ചെയ്യണം. അപ്പോഴത്തേക്കും സ്റ്റാൻലി പറയാണ്, റീത്തമ്മയ്ക്ക് എന്നാ ചെയ്യാൻ പറ്റണമെന്ന് വെച്ചാൽ റീത്തമ്മ പോയി ചെയ്യും, എന്ത് വേണമെങ്കിലും ചെയ്തു. പക്ഷേ ചെയ്യുന്നതിന് മുമ്പ് സാമാന്യ ബോധത്തോടെ ഒരു കാര്യം ആലോചിച്ച് നോക്കി. 24 വർഷത്തിന് മുമ്പ് നടന്ന ഈ കാര്യങ്ങളൊന്നും നമുക്ക് മാറ്റാനോ വെട്ടിത്തിരുത്താനോ മായ്ച്ചു കളയാനോ ഒന്നും പറ്റത്തില്ല. ഇന്ന് എന്ന് പറയുന്ന കുട്ടിയുടെ അപ്പൻ്റെ പേരായിട്ടുള്ള സ്റ്റാൻലി ജോസഫ്, അതും മാറ്റി കളയാനായിട്ട് പറ്റത്തില്ല. അത് സ്റ്റാൻലിയുടെ ന്യായം. ശരിക്കുള്ള നീതി ന്യായവും ഞങ്ങളുടെ ഭാഗത്താണ് എന്നിങ്ങനെ പുള്ളിക്കാരത്തി പറയണം. അപ്പോൾ അവർ പറയണം, ഇങ്ങനൊരു മോളുണ്ടായി, ഓക്കെ, അത് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ അങ്ങനത്തെ മകളെ കൊണ്ട് ഇവിടെ താമസിക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ അവളെ അംഗീകരിക്കേണ്ട തരത്തിലുള്ള യാതൊരു ആവശ്യവും സ്റ്റാൻലിക്ക് ഉണ്ടായിരുന്നില്ല. വലിയൊരു തെറ്റായി പോയി. എന്നിട്ട് പറയാണ്, ഈ ഒരു പ്രശ്നം കാരണം ഫാമിലിക്കും മക്കൾക്കും വൈഫിനൊക്കെ ഉണ്ടാക്കി കൊടുത്ത ആ ഒരു പെയിനും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഭയങ്കര വലുതാണ്, അതിന് മറുപടി പറഞ്ഞേ പറ്റൂ. പുള്ളിക്കാരെങ്കിൽ കൂളായിട്ട് തന്നെ പറയാണ്, ഞാൻ പറഞ്ഞോളാം, ഈ തമ്മയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് പോകാം. അപ്പോൾ അവരുടനെ പറയാണ്, ഞാൻ പോകുകയാണ്, പക്ഷേ ഞാൻ ഇനിയും വരും, ഒറ്റയ്ക്കാവില്ല, വേണ്ടപ്പെട്ടവരെല്ലാവരും കൂട്ടിയിട്ടായിരിക്കും ഞാനും കൂടി വരുന്നത്. അപ്പം പുള്ളി ആയിക്കോട്ടെ, ഞാൻ കാണിക്കുമ്പോഴേ നിങ്ങൾ ആ ഒരു സെറ്റപ്പിൽ നിൽക്കുകയാണ്. എന്നിട്ട് ആ കൊച്ചിനോട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതിനെ കൂടി പിടിച്ച് വെച്ചിട്ട്, ബാമോളെ, ഇങ്ങനത്തെ ഒരു അപ്പൻ്റെ മകളായിട്ട് ജനിച്ചു പോയതാണ് നിൻ്റെയൊക്കെ ശാപം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഒറ്റ അമറക്കത്തിൽ റീത്താമ്മ എന്നൊരു വിളി. റീത്താമ്മ ഞെട്ടി ഇരിക്കുന്ന കൊച്ചും സെയിം അതുപോലെ ഞെട്ടുന്നു. ഇനി ഈ റൂമിൽ ഒരു അക്ഷരം നിങ്ങൾ വാ തുറക്കരുത് എന്നിട്ട് ഇങ്ങനെ കൈകൊണ്ട് ആക്ഷൻ കാണിക്കാണ് പോകാനായിട്ട്. പക്ഷേ ഇവർക്ക് വലിയ പേടുന്നില്ല, ഇവരുടെ കൊച്ചാണ് അപ്പോഴും തിരിച്ച് റിയാക്ഷൻ ഇട്ട് കൊടുക്കുന്നത്. പാമോളെ എന്ന് പറഞ്ഞാൽ അതിനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകണം. ഇത്രയും കൂടെ ആയപ്പോഴത്തേക്കിനും പുള്ളിക്കാരൻ്റെ ദേഷ്യവും എല്ലാം കൂടെ ആയിട്ട് പുള്ളിയുടെ മൂടൊന്ന് മാറി. എന്നാൽ പിന്നെ മൂട് നോക്കിയേക്കാൻ വേണ്ടി എന്നാൽ പിന്നെ കുറച്ച് മിഴുങ്ങിയേക്കാന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്നു, കുപ്പി തുറക്കുന്നു, നൈസായിട്ട് മക്കം കുടിക്കുന്നു, കുറച്ച് പുകയും വിടുന്നു. അപ്പോഴത്തേക്കിനും പുള്ളിക്കാരുടെ സമാധാനം എന്ന് തോന്നുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഈ റീത്തമ്മ കൊച്ചും കൂടെ ആൻ്റപ്പൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആൾ ചോദിക്കുന്നത് പറഞ്ഞാൽ, പൗലോസ് ഇപ്പോഴും ഇവിടെ ഇല്ലേ? അപ്പോൾ ആൻ്റപ്പൻ പറയണം, ആ ഉണ്ടല്ലോ, പുള്ളിയാണ് ഇപ്പോഴും ഇവിടുത്തെ കുക്ക് എന്ന് പറയുന്നു. അപ്പോൾ ഉടനെ ഇതുള്ള പറയാണ്, എനിക്ക് അവനെ ഒന്ന് കാണണം. ആൻ്റപ്പൻ വിളിച്ചിട്ട് റീത്തമ്മ ശരിക്കും കാണുന്നു പറയും. പുള്ളിക്കാരൻ കടന്നു വരുന്നു, എന്നോട് വിശേഷം നോക്കിയതാണ് പുള്ളി കാണുമ്പോൾ വലിയ സന്തോഷത്തോടെ വന്നിട്ട് ചോദിക്കുന്നത്. അപ്പോൾ അവർ പറയണം, അൻസലിൽ കാര്യമൊന്നും പറയണ്ട, നീയൊക്കെ ഉണ്ടായിട്ടാണല്ലോടാ ഈ മൂദേവികളൊക്കെ ഇങ്ങോട്ട് കയറി വരണത്. പുള്ളി പറഞ്ഞു, ഞങ്ങൾ എന്നാ ചെയ്യാനാ, നമ്മളെന്തെങ്കിലും പറയാൻ പറ്റുമോ, പുള്ളി കൊണ്ടുവന്ന് താമസിപ്പിക്കണേ അല്ലേ. അവർ പറയണം, അവൾ കൂടെ വെച്ച് വിളമ്പി കൊടുക്കുന്ന നീയല്ലേ. അപ്പോൾ ഇയാൾ പറഞ്ഞു, അതിന് എൻ്റെ തൊഴിലല്ലേ, ഞാൻ ചെയ്യാതിരിക്കാനായിട്ട് പറ്റുമോ. അപ്പോൾ ഇവർ പറഞ്ഞു കൊടുക്കണം, എടാ നീ അവൾക്ക് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്തുള്ള പാഷാണോ അല്ലെങ്കിൽ കുറച്ച് വിഷം എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ പുള്ളി പറയണം, എന്നിട്ട് വേണം അതിൻ്റെ പുറകിൽ ഞാൻ കിടന്ന് തൂങ്ങാൻ, അവസാനത്ത് കൊലപാതക കേസാവും. അപ്പോൾ ഇവർ പറയണം, ഞാൻ നിങ്ങൾ കൊല്ലാൻ പറഞ്ഞല്ലോ, അവരെങ്ങനെയെങ്കിലും പുകച്ച് പുറത്തി അടിക്കണം, ഞാൻ അത്രേ പറഞ്ഞുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ പൗലോസ് പറയണം, അവളെൻ്റെ അടുക്കള പിടിച്ചടക്കാൻ വേണ്ടി പലതവണ നോക്കി, ഞാൻ ഒരു ഇഞ്ചിന് വിട്ട് കൊടുത്തിട്ടില്ല, ഇനിയിട്ട് കൊടുക്കുകയില്ല എന്ന് പുള്ളി പറയാണ്. അത് ശരി, അപ്പോൾ അവളുടെ അധികാരം പിടിച്ചടക്കാനുള്ള പണിയൊക്കെ നടക്കുന്നുണ്ട്. എന്നിട്ട് ആൻ്റപ്പനോട് ഇരിക്കണം, എന്നാ ആൻ്റപ്പ ഇവിടെ നടക്കണം. അപ്പോൾ പുള്ളി എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ തന്നെ പുള്ളിക്കാരി ആൻ്റപ്പൻ മണ്ടയ്ക്ക് കയറുന്നുണ്ട്, ഇവനാണ് കളഞ്ഞ് കഞ്ഞി വെച്ചവൻ, ഇവനോട് എന്ത് ചെയ്താലും റെക്കോർഡ് ചെയ്ത് നോക്കുന്ന പോലെ എനിക്കൊന്നും അറിയില്ല എന്നിങ്ങനെ പറയാമെന്നൊക്കെ പറയാം. ശരിക്കും പുള്ളി പറയണം, ഞാൻ ചെയ്യിച്ച ഓട്ടർ റീത്താമേ എന്നിങ്ങനെ പറയാം. അപ്പോഴത്തേനും ഉടനെ ഈ പുള്ളിക്കാരത്തെ ചോദിക്കുകയാണ്, ശരിക്കും ആ വന്ന കയറിയ കൊച്ചി ഇയാളുടെ മോള് തന്നെയാണോ? ആൻ്റപ്പൻ പറയാണ്, അത് മകൾ തന്നെയാണ്. അപ്പോൾ ഉടനെ തള്ള ചോദിക്കുകയാണ്, എന്താണ് അതിനൊരു ഉറപ്പുള്ളത്? അപ്പോൾ ഈ പൗലോസ് പറയുകയാണ്, എനിക്കത്ര ഉറപ്പൊന്നുമില്ല, നമ്മുടെയൊക്കെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്നാണ് തോന്നുന്നത്. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത്രയും നാളില്ലാത്തൊരു മോള് പെട്ടെന്ന് എങ്ങനെ ഉണ്ടായത്? ആകാശത്ത് നിന്ന് പാരച്ചൂട്ടിൽ വന്ന് ഇറങ്ങിയോ, അതുമല്ലെന്നുണ്ടെങ്കിൽ താഴ്ന്ന് പൊട്ടിമുളച്ച് വന്നോ എന്നൊക്കെ ഇങ്ങനെ പുള്ളിക്കാരത്തിനോട് ഈ പറയുന്ന പൗലോസ് ചോദിക്കുകയാണ്. അപ്പോൾ ഈ റീതാ വയ്ക്കണം, അല്ല അവിടെ ഈ സ്വഭാവം കാര്യങ്ങളൊക്കെ ക്യാരക്ടറൊക്കെ എങ്ങനെയുണ്ട്? അപ്പോൾ ഉടനെ പൗലോസ് അല്ലേ ആൾ. അപ്പോൾ അയാളിങ്ങനെ പറയുകയാണ്, അവൾ ഭയങ്കര അഹങ്കാരി, എന്നെ മര്യാദ പഠിപ്പിക്കാനൊക്കെ വന്ന് പൊടിപുള്ളിന്ന് എനിക്ക് പലതവണ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ കേണൽ സാറിനെ ഓർത്ത് ഞാനങ്ങ് മിണ്ടാണ്ടിരിക്കുകയാണ് എന്ന് പറയണം. അപ്പോൾ ആ സമയത്ത് റീത്താമ്മ ഇങ്ങനെ ഒരു അഡ്വൈസ് കൊടുക്കുകയാണ്, നീ തന്ത്രപൂർവ്വം വേണം പൗലോസെ നിൽക്കാൻ, ഇത്തെ കാര്യങ്ങളൊക്കെ അറിയണ്ടേ, ഈ ആൻ്റപ്പനെ കൊണ്ട് യാതൊരു ഗുണവും ഇല്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കിന് നമ്മുടെ പൗലോസ് പറയുകയാണ്, റീത്താമ്മയെ ഈ എസ്റ്റേറ്റും ഈ ബംഗ്ലാവും ഒക്കെ മിക്കവാറും അവൾ തന്നെ കൊണ്ടുപോകും. അപ്പോഴത്തേക്കിന് ഈ പുള്ളിക്കാരത്തി, അങ്ങനെയാണല്ലേ, അവളെ ഒന്ന് കാണിച്ചാൽ ഞാനൊന്ന് കാണട്ടെ, എവിടെ അവളുടെ മുറി എന്ന് പറയുമ്പോൾ പൗലോസ് പറയണം, ആനപ്പച്ചേട്ടൻ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീനെ കാണാനായിട്ട് ഇവർ പോവുകയാണ്. ആ റൂമിലോട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അന്നേരം റൂമിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പം ഈ പുള്ളിക്കാരൻ പറഞ്ഞത്, ഇവിടുത്തെ ഗസ്റ്റ് റൂമല്ലേ, ഇവിടെയാണോ അവൾ? അപ്പോൾ ആണെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കിന് ആ കൊച്ചു വെച്ചിട്ടുണ്ടല്ലോ, ഇത് ഡോർ എന്നിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് കൊട്ടുകയാണ്, വാതിൽ തുറക്കുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിന് ഈ റീത്തമ്മ വഴക്കുറന്ന് അടങ്ങിയിരിക്കും കൊച്ചു. അപ്പോഴത്തേക്കിന് ദേഷ്യപ്പെട്ടിട്ട് ഈ കൊച്ചിങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഈ കൊച്ചിങ്ങനെ വാതിലിട്ട് ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കണം. അപ്പോഴേക്കും നമ്മൾ അലീനെ കുളിച്ചിരിക്കും, സുന്ദരി എടുത്ത് ഇങ്ങനെ കഥ വന്നിങ്ങനെ തുറക്കുന്നു. അലീനെ ഇങ്ങനെ ഞെട്ടിയിട്ട് ആരായത് എന്തായതെന്നുള്ള രീതിയിലല്ല അവരെ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ അടിപിടി നോക്കുകയാണ്. അപ്പം ഈ കൊച്ച് നമ്മുടെ അലീനെ കണ്ടിട്ട് പെട്ടെന്ന് ഒരു ഭാവം മാറ്റിയിട്ട് പുള്ളിക്കാരത്തിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അലീനെ ചിരിക്കണ്ടായോ എന്നറിയാതെ ഇങ്ങനെ ചെറുതായിട്ട് സ്മൈൽ ഇങ്ങനെ വരുന്നുണ്ട്. റീതാമ്മ സ്റ്റിൽ കലിപ്പിലാണ്. അപ്പോഴത്തേക്കും നമ്മുടെ അലീനെ എല്ലാവരും മൊത്തോടെ നോക്കിയിട്ട് ആരാ മനസ്സിലായില്ലല്ലോ എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പോഴേക്കും ആ കൊച്ചു വെച്ച് നമ്മുടെ അലീനയുടെ കയ്യിൽ അങ്ങോട്ട് പിടിച്ചിട്ട് പറയാണ്, ഇത് ഞാനാ ചേച്ചി എൽസ, ഇതെൻ്റെ പപ്പയുടെ വീടാ എന്നിങ്ങനെ പറയുമ്പോൾ എനിക്കൊരു പുഞ്ചിരി വരികയാണ്. അവളിങ്ങനെ സ്നേഹത്തോടെ, അനിയത്തിയാണല്ലോ, സ്വന്തം അനിയത്തിയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതോടെ അവളിങ്ങനെ നോക്കുകയാണ്. അപ്പോഴത്തേക്കും അലീന പറയാണ്, എൻ്റെ പേര് അലീന, ഞാനും ഇവിടുത്തെ പപ്പയുടെ മോളാണ്. അപ്പോഴത്തേക്കും ഈ കൊച്ചിൻ്റെ കണ്ണിൽ ഭയങ്കര അത്ഭുതവും ഭയങ്കര സന്തോഷവും, അതിൻ്റെ കണ്ണ് കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ ഇങ്ങനെയാണ്, ആണോ, അപ്പം നമ്മൾ രണ്ടുപേരും ഇവിടുത്തെ പപ്പയുടെ മക്കളാ? കൊച്ചിങ്ങനെ പെട്ടെന്നൊരു കൺഫ്യൂസ്ഡ് ആയിട്ടൊക്കെയാണ്. പക്ഷേ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഉടനെ നമ്മുടെ അലീന പറയാണ്, ഞാനും കണ്ടിട്ടില്ല, ഞാൻ എല്ലാവരെയും കാണാൻ വേണ്ടി വന്നതാ. ഇപ്പോൾ ആ കൊച്ച് ഷീക്കാൻ്റെ തായോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഗ്ലാഡ് ടു മീറ്റ് യു എന്നിങ്ങനെ പറഞ്ഞിട്ട് റീതാമ്മേൻ്റെ ആൻ്റപ്പൻ്റെ അടുത്തോട്ട് നോക്കിയിട്ട് പറയാണ്, ഇതെൻ്റെ ചേച്ചിയാ, എൻ്റെ പപ്പയുടെ മോളാ.
അപ്പോഴത്തേക്കും നമ്മുടെ റീത്ത മിണ്ടാതിരുന്നോളാം നിന്റെ പപ്പയുടെ ഒരു മോള് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നെടുത്തോട്ട് വന്നിട്ട് ആ കയ്യിൽ നിന്ന് വിടറി എന്നിങ്ങനെ പറയണം. അപ്പം ഈ കൊച്ചു കയ്യിൽ നിന്ന് വിടാനായിട്ട് വിസമ്മതിക്കുകയാണ്. വിടാൻ അങ്ങോട്ടൊന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കൈ പിടിച്ച് മാറ്റാണ്. അപ്പം അലീന ഇങ്ങനെ സീൻ കോൺട്രാണെന്ന് മനസ്സിലായിട്ട് പുള്ളിക്കാരത്തെ ഒരുമാതിരി നോക്കുകയാണ്. ആൻലിയുടെ സ്വത്ത് മോഹിച്ച് ഇറങ്ങി വന്നതാണല്ലേ, നീ ഇവിടെ 90 ദിവസം തികയ്ക്കത്തില്ല. ഈ റീത്താമ്മ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നടക്കാതിരുന്നിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ വീമ്പെടുക്കുകയാണ്. അപ്പോഴത്തേനും അലീന ഈ തള്ളി തന്നെ ഈ പറയണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഞെട്ടി ഇങ്ങനെ വായി തുറന്നിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ അലീന പറയുന്നത് എനിക്ക് നിങ്ങൾ ആരാണെന്ന് മനസ്സിലായില്ലല്ലോ എന്ന്. അപ്പോഴത്തേനും ഇവർ പറയുകയാണ് നിനക്ക് മനസ്സിലാക്കിയില്ലല്ലേ, നിനക്ക് മനസ്സിലാക്കി തരാം, അധികം വൈകാതെ നിനക്ക് എല്ലാവരും മനസ്സിലാക്കാൻ പറ്റും. ആ മോളെ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് കൊച്ചിനെ വിളിച്ചിറക്കിക്കൊണ്ട് പോവാണ്. അപ്പോഴത്തേനും നമ്മുടെ അലീന ആൻ്റപ്പനോട് ചോദിക്കുകയാണ് ആരാ ചേച്ചി എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേനും പറയുന്നത് നമ്മുടെ കേരള സാറിൻ്റെ വൈഫിൻ്റെ ചേച്ചിയാണ് റീത്താമ്മ. അവിടെ തന്നെ അലീന ചോദിക്കുകയാണ് കൂടുള്ളത് പപ്പയുടെ മോള് തന്നെയാണോ? അപ്പോൾ ആണെന്ന് പറയുകയാണ്. അയ്യോ പാവം നല്ലൊരു കൊച്ചാൻ എന്നാ പറ്റിയതെന്ന് ചോദിക്കുകയാണ്. അപ്പം ഈ പുള്ളിയാണ് ആർക്കറിയാം കുഞ്ഞായിരുന്നപ്പോൾ ഇങ്ങനൊന്നും ഇല്ലായിരുന്നു എന്ന് പറയണം. അപ്പം നമ്മുടെ അലീന ചോദിക്കണമെങ്കിൽ സൈക്കോളജിസ്റ്റിനും ഡോക്ടേഴ്സിനൊന്നും കാണിച്ചില്ലേ, ആര് കാണിക്കാൻ എന്നിങ്ങനെ ആൻ്റപ്പ പറയണം. അവരുടെ വീട്ടിൽ റീത്താമ്മയുടെ പറഞ്ഞാണ് റീത്താമ്മ പറയുന്നതിന് മറിച്ച് ആരും പറയാറില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ പറയണം പപ്പയുടെ മോളല്ലേ പപ്പയ്ക്ക് പറയാമല്ലോ. അപ്പോഴും ഈ പറയുന്ന ആൻ്റപ്പം പറയുകയാണ് എൻ്റെ മോളെ അതൊക്കെ കൈവിട്ട കേസാണ്. അപ്പോൾ ഇങ്ങനെ അലീന ചോദിക്കുകയാണ് പപ്പായെ കണ്ടായിരുന്നു? കണ്ടേ അപ്പോൾ അവരുടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം ഇവരിങ്ങനെ പറയണം ഷോ നല്ലൊരു കൊച്ചായിരുന്നു, ഞാനൊന്നും കണ്ടില്ലല്ലോ, നല്ലോടൊന്നും കാണാൻ പറ്റിയില്ല, എൻ്റെ അനിയത്തിയല്ലേ എന്ന് വെച്ചിട്ട് പുള്ളിക്കാരത്തേക്ക് സ്വന്തം അനിയത്തി ആദ്യമായിട്ട് കണ്ടതിൻ്റെ ആ ഒരു സന്തോഷം എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് പുള്ളിക്കാരത്തി കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റെയർ ഇറങ്ങി പോകാനായിട്ട് തുടങ്ങുകയാണ്. ഇറങ്ങി വരുന്ന കൂട്ടത്തിൽ ഈ കൊച്ച് കയറാതെ തിരിച്ച് സിറ്റ് ഔട്ടിലോട്ട് ഇങ്ങനെ കയറി നിൽക്കുകയാണ്. വരുന്നില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ കിണങ്ങിക്കൊണ്ട്. അപ്പോൾ അന്നേരം ഇവർ ഇങ്ങനെ ദേഷ്യപ്പെടാണ് നീ വരുന്നില്ലേ നിനക്ക് പോകണ്ടേ? അപ്പം പറയുകയാണ് ഇല്ല ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ പപ്പയുടെ കൂടെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ഇവർ പറയണം നീ വരുന്നില്ലേ, നിനക്ക് പഠിക്കണ്ട, എനിക്ക് സ്കൂളിലൊന്നും പോകണ്ടേ, നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. കൊച്ചു പറയാണ് ഇവിടെ സ്കൂളുണ്ടല്ലോ. അപ്പോഴത്തേക്ക് പുള്ളിക്കാരത്ത് പറയാണ് എൻ്റെ മോളെ അവിടെ നിന്നെ നോക്കാൻ ഞാനുണ്ട്, നിൻ്റെ അമ്മയുണ്ട്, നിൻ്റെ അങ്കിൾമാരുണ്ട്, പുറത്തെ നിൻ്റെ ചേച്ചിയുണ്ട്, അവരൊക്കെ ഉണ്ട്, നീ അങ്ങോട്ട് വാ എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ കൊച്ചു പറയാണ് ഇവിടെ എൻ്റെ പപ്പയുണ്ടല്ലോ. അപ്പോഴത്തേക്ക് പുള്ളിക്കാരത്ത് പറയാണ് ബെസ്റ്റ് പപ്പ 24 മണിക്കൂർ വെള്ളം ഒഴിച്ച് കിറങ്ങി കിടക്കുന്ന ആൾ നിന്നെ നോക്കും. അപ്പോഴത്തേക്ക് കൊച്ചു പറയാണ് എനിക്കിവിടെ എൻ്റെ ചേച്ചി ഉണ്ടല്ലോ. അപ്പോൾ ഉടനെ ഈ പുള്ളിക്കാരത്ത് ദേഷ്യപ്പെട്ടാണ് ചേച്ചിയോ, ആരാ എൻ്റെ ചേച്ചി, പപ്പയുടെ മോളല്ലേ അത്, അപ്പ എൻ്റെ ചേച്ചിയല്ലേ എന്ന് പറഞ്ഞ പുള്ളിക്കാരത്ത് ഇങ്ങനെ കൊഞ്ചിക്കൊണ്ടുവരുമെന്ന് പറയണം. അപ്പോഴത്തേക്കും മിണ്ടി പോകരുതെന്ന് പറഞ്ഞ് ഞാൻ കൈ ഊങ്ങുകയാണ്. ചേച്ചി വന്നേക്കുന്നു, കുറേ കാശ് കൊടുത്തിട്ട് ഒരു പെണ്ണിനെ വീട്ടിൽ കൊണ്ട് വെച്ചേക്കുകയാണ്, മകളാണെന്ന് പറഞ്ഞു പോലും. ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കാം നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇവർ വീണ്ടും കിടന്ന് ബഹളം വെക്കുക. ഈ കൊച്ചു വീണ്ടും വാശി പിടിക്കുകയാണ് ഞാൻ വരില്ല, ഞാൻ ഇവിടെ നിന്നോളാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മൾ അലീന ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഈ പുള്ളിക്കാരത്തി പറയുകയാണ് നിന്നെ ആര് നാളെ കൊണ്ടുവിടും അങ്ങോട്ടേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന കയറി പറയാണ് എങ്കിൽ അവൾ ഇവിടെ നിന്നോട്ടെ, ഞാൻ നാളെ അവളെ കൊണ്ടുവിടാം എന്ന് പറയുമ്പോഴത്തേക്കിന് ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് എന്നോട് സംസാരിക്കാൻ നീ ആരാടി എന്നിട്ട് ഇങ്ങനെ അവളുടെ അടുത്തോട്ട് വന്നിട്ട് പറയുകയാണ് നിനക്ക് ഇവിടെ വല്ല ഞണ്ണാൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് എന്നിട്ട് ഇവിടെ കാണുമായിരിക്കും, അല്ല ഞങ്ങളുടെ കുടുംബ വിഷയത്തിൽ നീ കയറി ഇടപെടേണ്ട, എൻ്റെ കാര്യത്തിൽ അധികം വൈകാതെ ഞാനൊരു തീരുമാനം എടുത്തോളാം എന്നും പറഞ്ഞിട്ട് വാടി ഇങ്ങോട്ട് ഈ കൊച്ചിനെ പിടിച്ച് വലിച്ചുകൊണ്ട് കാറിലേക്ക് കൊണ്ടുപോകാണ്. കാറിലോട്ട് കയറിയിട്ട് ഒരു ഡയലോഗ് ഇനിയും ഞാനൊന്ന് വരും, വരുന്നവരെ ഇങ്ങനൊന്നും ആയിരിക്കില്ല, ആ സമയത്ത് നീ ഇവിടെ ഉണ്ടാവാതിരുന്ന അതായിരിക്കും നിന്റെ ഭാഗ്യം. കേൾക്കുമ്പോഴത്തേന് അലീന വല്ലാണ്ട് ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. ആൻ്റപ്പനോട് പറയുകയാണ് നീ നിന്റെ മുതലാളിനോട് പറഞ്ഞേരെ ഇതൊരിക്കലും പുള്ളിക്കൽ വീട്ടുകാർ ക്ഷമിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഇങ്ങോട്ട് പോവാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് കുടിച്ച് കിണ്ടിയായിട്ട് ഇങ്ങനെ നടന്നു വരുന്ന സ്റ്റാൻലിയാണ്. അപ്പം പുള്ളിക്കാരൻ നമ്മുടെ അലീന ഇങ്ങനെ പോകുമ്പോൾ അലീനെ കയറി വിളിക്കുകയാണ് അലീന എന്നും പറഞ്ഞിട്ട്. എന്നിട്ട് ഇങ്ങനെ എന്താപ്പാന്നും പറഞ്ഞുകൊണ്ട് അവളിങ്ങനെ ചെന്ന് ചോദിക്കുകയാണ്. അപ്പം പുള്ളി ചോദിക്കുകയാണ് ആ സ്ത്രീ നിന്റെ റൂമിൽ വന്ന് കയറിയായിരുന്നോ? കാണാൻ വേണ്ടി വന്നിട്ടങ്ങ് പോയി. അപ്പം പുള്ളിക്കാരൻ ചോദിക്കുകയാണ് അവർ വന്ന് കയറിയിട്ട് വല്ലതും പറഞ്ഞായിരുന്നോ? അപ്പോൾ ഉടനെ അലീന പറയാണ് ഞാൻ ആരാന്നൊക്കെ ചോദിച്ചു. അവൾ ആരാന്ന് എനിക്ക് മനസ്സിലായോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിന് നമ്മുടെ അലീന പറയുന്നത് ആൻ്റപ്പ ചേട്ടൻ പറഞ്ഞു തന്നു എന്ന് പറയണം. അപ്പോഴത്തേന് പുള്ളി പറയണം അവളാണ് എൻ്റെ ജീവിതം സ്പോയിൽ ചെയ്ത ആള് റീത്താമ്മ എന്നിങ്ങനെ പറയണം. അപ്പം എന്നിട്ട് നമ്മുടെ സ്റ്റാലി ചോദിക്കുകയാണ് നിനക്ക് ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അപ്പോൾ ഉടനെ അവൾ ചോദിക്കുകയാണ് ആ ഒരു പേരിന് അങ്ങനെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അപ്പോൾ സ്റ്റാലി പറയാണ് എല്ലായിടത്തും റീത്ത് കൊണ്ടുവെക്കുന്ന ആ തള്ള അതാണ് റീത്താമ്മ. ഇതൊക്കെ അലീനയ്ക്ക് ചെറുതായിട്ട് ശരിയൊക്കെ വരുന്നുണ്ട്. അപ്പോഴത്തേന് പുള്ളി പറയാണ് ഒരു മനുഷ്യന് മര്യാദയ്ക്ക് സന്തോഷത്തോടെ ജീവിക്കുന്നവർക്ക് ഇഷ്ടമല്ല, അങ്ങനെ ആരെങ്കിലും ജീവിക്കുന്ന കണ്ടാൽ അത് നശിപ്പിച്ച് നാശമാക്കിയിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് റീത്ത് കൊണ്ടുവെക്കും, അതാണ് റീത്താമ്മ എന്ന് പറഞ്ഞിട്ട് അറിയാൻ ഇങ്ങോട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും സ്റ്റാൻലി പറയുകയാണ് എന്തിനാ ചിരിക്കുന്നത്? എന്നിട്ട് പുള്ളി പറയാണ് എൻ്റെ ഷോപ്പെട്ടിക്ക് പണ്ടേ അവൾ ഓർഡർ കൊടുത്ത് വെച്ചേക്കുകയാണ് റീത്ത് വെക്കാൻ വേണ്ടി, അത് ചെയ്തിട്ടേ അവൾ അടങ്ങും. നമ്മുടെ അലീന ചോദിക്കുകയാണ് പപ്പായുടെ എന്തിനാ അവൾക്ക് ഇത്രയും ദേഷ്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് നമ്മുടെ സ്റ്റാൻലി പറയുകയാണ് അറിയില്ല, ഞാൻ ചിലവിന് കൊടുക്കുന്നുണ്ട്, കാശ് കൊടുക്കുന്നുണ്ട്, കാർ വാങ്ങിയത് എൻ്റെ പൈസയ്ക്കാണ്, വീട് വാങ്ങി കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാനാണ് പുള്ളിക്കാരത്തിലെ വലിയ എനിമി. ഒരു കാരണമില്ലാതെ ഒരാൾക്ക് ദേഷ്യം വരും. അപ്പോൾ അങ്ങനെ നല്ല ചോദിക്കുമ്പോൾ പറയാണ് എനിക്കറിയില്ല, അവൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി. അയാൾ പറയണം എനിക്ക് റീത്താമ്മേനെയും കണ്ടുകൂടാ, അതിനൊരു പ്രത്യേകിച്ച് കാരണമില്ല, എന്താണെന്നറിയില്ല, അവരുടെ മുഖം കാണുമ്പോഴത്തേക്കിന് എനിക്ക് ശരീരത്തെക്കൂട്ട് ഒരു ബാധ അങ്ങോട്ട് കയറും. ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആ സ്ത്രീയാണോ പപ്പായും പപ്പയുടെ ഫാമിലിനെയും തമ്മിൽ തെറ്റിച്ചത്? അന്നേരം പുള്ളി പറഞ്ഞു പിന്നല്ലാതെ വേറെ ആരാ? അപ്പോൾ നമ്മുടെ സ്റ്റാൻലി ചോദിക്കുകയാണ് അല്ല അവർ നിന്നോട് ഇവിടെ ഇറങ്ങി പോകാൻ പറഞ്ഞു? അന്നേരം അലീന പറഞ്ഞു അങ്ങനെ പറഞ്ഞില്ല, പക്ഷേ 3 മാസത്തെ അവധി എനിക്ക് തന്നിട്ടുണ്ട്, അതിനുള്ളിൽ ഞാൻ പോയാൽ മതിയെന്ന്. അപ്പോൾ ഉടനെ സ്റ്റാൻലി പറഞ്ഞു പോകാൻ മനസ്സില്ലെങ്കിൽ അപ്പോൾ നമ്മുടെ അലീന പറയാണ് എന്തോ പുള്ളിക്കാരത്തി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനുള്ള ഒരു എന്നെ പറഞ്ഞുവിടാനുള്ള ഒരു വഴി പുള്ളിക്കാരത്തിക്ക് അറിയാം, ആ ഒരു രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ അയാൾ പറയണം അവൾ എന്നാന്ന് വെച്ചാൽ ചെയ്യട്ടെ, എൻ്റെ ഒരു മര്യാദ വെച്ചിട്ടാണ് ഞാൻ അവളെ വീട്ടിൽ കയറ്റിയത്, അവൾ ഇങ്ങനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യേണ്ടത് എനിക്കും അറിയാം, മര്യാദകേട് കാണിക്കുകയാണെങ്കിൽ മര്യാദ കിട്ടവനാവാൻ എനിക്കും അറിയാം, കാരണം പപ്പയുടെ ഫാമിലിക്ക് യാതൊരു കുഴപ്പവും വരരുത്, അതാണ് എൻ്റെ ആഗ്രഹം, ഞാൻ വേണമെങ്കിൽ പൊക്കോളാം എന്നിങ്ങനെ അലീന പേടിച്ച് പറയുമ്പോഴത്തേക്കും സ്റ്റാൻലി പറഞ്ഞു ഞാൻ നിന്നോട് പോകണം എന്ന് പറയാനല്ല വന്നത്. എന്നിട്ട് പറയാണ് നീ കാരണം എൻ്റെ ഫാമിലിക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല, കാരണം നീ വരുന്നതിന് മുമ്പ് എൻ്റെ ഫാമിലിക്ക് മുഴുവൻ പ്രശ്നമായിരുന്നു, പോയാലും ആ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ തന്നെ തുടരും, ഞാനാണല്ലോ പപ്പ അവരുടെ പ്രശ്നം എന്നിങ്ങനെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി പറയണം ഇപ്പം തന്നെ പപ്പ ഒരുപാട് കുടിച്ചിട്ടുണ്ട്, പപ്പയെ കണ്ടാലറിയാം, എനിക്ക് ടെൻഷൻ ആയിട്ടല്ലേ പപ്പ ഇത്രയും കുടിച്ചത്, അപ്പം വേണ്ട പപ്പ ഇങ്ങനൊരു ടെൻഷൻ വേണ്ട, ഒരു മനുഷ്യനെ സമാധാനമല്ലേ വേണ്ടത്. പുള്ളി പറയണം എന്താണ് അവരുടെ പ്രശ്നം, ഞാൻ ഇത്രയും നാളും ഒറ്റയ്ക്കാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത് കുറച്ച് പട്ടികളുടെ കൂടെ, ആരും ഇങ്ങോട്ട് വരാറില്ല, ആരും എൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാറില്ല, എൻ്റെ ഹെൽത്ത് അന്വേഷിക്കാറില്ല,
ഒന്നും ചെയ്യാറില്ല. ഇപ്പം നീ വന്നപ്പോൾ എല്ലാവരും വരുന്നു, അന്വേഷിക്കുന്നു, എന്താണ് അവരുടെ പ്രശ്നം? ഞാൻ അവർക്ക് കൊടുക്കുന്നതൊന്നും കൊടുക്കാതിരിക്കുന്നില്ല, സപ്ലൈ ലൈൻസ് കട്ടാവണില്ല, ഒന്നും ചെയ്യണില്ല, എന്താണ് ശരിക്കും ഇവരുടെയൊക്കെ പ്രശ്നം? അപ്പോൾ അവൾ പറഞ്ഞു കൊടുക്കണം, ഞാൻ വെറും ഒരു പെണ്ണല്ലല്ലോ, ഞാൻ പപ്പയുടെ മോളാണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അവർക്ക് അറിയണ്ടേ എവിടുന്നാ വന്നത്, എങ്ങനെ വന്നു, ഇതുവരെ ഇല്ലാത്ത ഒരാൾ എങ്ങനെ വന്നു, എന്ത് വന്നു എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. അതുമാത്രമല്ല ചില സംശയങ്ങളുണ്ടാവും. ഞാൻ അധികാരം സ്ഥാപിക്കുമോ, പപ്പയുടെ പ്രോപ്പർട്ടിയും മറ്റുള്ള അവകാശങ്ങളെല്ലാം ഞാൻ സ്ഥാപിച്ചെടുക്കുമോ, ഇനി ആരെങ്കിലും വരാനുണ്ടോ എന്നൊക്കെ ഇങ്ങനെ അവൾ പറയണം. പിന്നെ സ്റ്റാൻലി ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്. അവരെന്തൊക്കെ നോക്കണം പപ്പ, അവരുടെ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരെ നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. അവൾ പറയാണ്, പപ്പ എനിക്ക് പ്രത്യേകിച്ചും തരുന്നില്ല, പപ്പയ്ക്കുള്ളതെല്ലാം അവർക്കാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുമല്ലേ പപ്പ വേണ്ടത് എന്ന് പറയുമ്പോൾ പുള്ളി ഇങ്ങനെ തലയാട്ടണം. അതെ അതെ, അവർ വരട്ടെ, അവർ വരുമ്പോൾ ഞാൻ എല്ലാം ബോധ്യപ്പെടുത്തി കൊടുക്കാം, കാരണം അപ്പം നീ വരുന്നല്ലേ പറഞ്ഞത് എന്നിങ്ങനെ പറയണം. എന്നിട്ട് പിന്നെ പുള്ളി അവളുടെ മുഖത്തോട്ട് നോക്കിയാണ്, നിനക്ക് ടെൻഷൻ ഉണ്ടോ എന്ന് മാത്രം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് പപ്പ ഈ റൂമിലോട്ട് കയറി വന്നത്. അവൾ പറയാണ്, എനിക്ക് ടെൻഷൻ ഉണ്ട്, പക്ഷെ അത് എന്നെ ഓർത്തിട്ടല്ല, അത് പപ്പയെ ഓർത്തിട്ടാണ്. അപ്പോൾ പുള്ളി പറയണം, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, പക്ഷെ നിൻ്റെ കാര്യം നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ, അത് നീ മനസ്സിലാക്കണം, ബാക്കിയുള്ള അവരും അത് മനസ്സിലാക്കണം. ശരി മോളേന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ അങ്ങ് പോവുകയാണ്. അപ്പോൾ അവളും ഇങ്ങനെ ആലോചിച്ച് എന്തൊക്കെ ഓർത്ത് വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അത് കാണിച്ചുകൊണ്ട് അന്നത്തെ ആ ഒരു എപ്പിസോഡ് അവസാനിച്ചു.